ഡയറക്ടർ ലൊക്കേഷൻ കാണാൻ ഇറങ്ങാൻ പോകണം. ഞാൻ കൺട്രോളർ വെച്ചിട്ട് വണ്ടി വിട്ടുതരാൻ പറ. ആ പെട്ടെന്ന് ആരാ എന്താ? ഞാൻ കഴിഞ്ഞ ഓഡീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നേ. അപ്പോൾ എനിക്ക് റോൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിരുന്നു. സെലക്ട് ആയവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വല്ല കോളുകളും വന്നായിരുന്നോ? അപ്പോൾ സെലക്ട് ആയി കാണില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു ലൊക്കേഷൻ കാണാൻ വേണ്ടി പോകാൻ രാഹുൽ ആ ലൊക്കേഷനിലേക്ക്. മിലൻ എന്താ ഇവിടെ? സാർ എനിക്ക് സെലക്ഷൻ വരുന്നുണ്ടോയെന്ന് അറിയാനായിരുന്നു. വിളിച്ചില്ലേ ഓഫീസിൽ നിന്ന്? വിളിച്ചില്ലടോ? ആ മിലൻ്റെ പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ ആരോ ഫോൺ എടുത്തിട്ട് ഇനി അഭിനയിക്കുന്നില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിന്നെ അങ്ങനെ വിളിക്കാൻ നിന്നില്ല. നിങ്ങൾ കോളം നോക്കി നോക്കി ചിലപ്പം അതിൽ ഹിസ്റ്ററിയിൽ ഉണ്ടാവുമായിരിക്കും. മെനിങ്ങാന്നാ വിളിച്ചത് ഞാൻ. ഇല്ലേ? എന്തു പറ്റി? ആരാ എടുത്തത്? വീട്ടിൽ നിന്ന് ആരെല്ലാണോ എടുത്തത്? അറിയില്ല സാർ. സാർ ഞാൻ കുറേ പ്രതീക്ഷിച്ചതായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാർ? മിലനെ ആയിരുന്നു ഞങ്ങളെല്ലാവരും കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾ ഫോൺ എടുത്തില്ല. സാർ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവും? മിലൻ ഞങ്ങൾ എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തു, കാസ്റ്റിംഗ് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു മിനിറ്റ് ഉണ്ട് അല്ലേ? ഒരു റോളുണ്ട്. പറ്റുമെങ്കിൽ അത് നോക്കാം. സാർ കുഴപ്പമില്ല. അല്ല അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ളത് അതിൽ. താങ്ക് യു. അമ്മ പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ ഇനി അമ്മ പറയണമായിട്ട് ജീവിച്ചോളാം. നിങ്ങളിനി ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോളാം. മിലൻ അടിപൊളിയായിട്ട് ചെയ്തല്ലോ. റെസ്റ്റ് എടുത്തോ കേട്ടോ. അടുത്ത ഷോട്ടിന് വിളിക്കാം. മാഡം ഹസീന ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണമായിരുന്നു. എന്തൊറ്റി? ഡയലോഗിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ. അല്ലേ? അമ്മ 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 എനിക്കൊന്ന് ഏതെങ്കിലും കോൾ എടുത്തിരുന്നോ? ആ എടുത്തിരുന്നു. നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണോ? ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയത്. എപ്പോഴും കഴിവില്ലാത്തവളെന്ന് നിങ്ങൾ കൊന്നു തിന്നായിരുന്നില്ലേ? ഇപ്പം ഞാൻ സ്വന്തം കഴിവിടെ എത്തിയപ്പോൾ മോളല്ലേ, ഒന്ന് സന്തോഷമായിട്ട് ഇരുന്നോട്ടെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അല്ലേ? എടി അധിക പ്രസംഗി. അതെ, അധിക പ്രസംഗി തന്നെയാ. കൂട്ടിലിട്ട് വളർത്തിയപ്പോ ആയതാ. വാങ്ങിക്കും കേട്ടോ നീ വീണ്ടും. ഇനി വാങ്ങിക്കാനൊന്നും ഞാൻ അവിടെ നിൽക്കുന്നില്ല. പോവാ. ഇനി ഇവിടെ നിന്ന് എൻ്റെ ഒരു ആഗ്രഹവും നടക്കില്ല. ആ പോ, എവിടാന്ന് വെച്ചാ പോ. ഒന്നും കിട്ടാൻ നമുക്ക് കയറി വന്നോളും വലിഞ്ഞു കയറി. നിങ്ങളൊക്കെ എനിക്ക് എന്തായിരുന്നു നിങ്ങൾക്കറിയോ? നിങ്ങളെ എത്ര സ്നേഹിച്ചിരുന്നു നിങ്ങൾക്കറിയോ? ഞാൻ എവിടെയും പോകാൻ പോകുന്നില്ല. ഇവിടെ തന്നെ തിരിച്ചു വരുള്ളൂ. പക്ഷെ അതൊരിക്കലും ഇപ്പൊ പോകുന്ന വില്ലനായിട്ടായിരിക്കും. വലിയ സിനിമാ നടിയായിട്ടായിരിക്കും. മാഡം ഷോട്ട് റെഡി. മാഡം ലഗേജ് ഒക്കെ എവിടെ വെക്കേണ്ടേ? ഇല്ല കുഴപ്പമില്ല ഏട്ടാ, അവിടെ വെച്ച് ഞാൻ അടുത്ത് വെച്ചോളാം. വീട്ടിൽ കയറുന്നോ? കഴിച്ചിട്ട് പോവാം. കുഴപ്പമില്ല മാഡം, ഞാൻ ഇറങ്ങാൻ നിൽക്കാം. ശരി ഏട്ടാ. കുഞ്ഞാ, എത്ര നാളായി എന്റെ കുട്ടീനെ കണ്ടിട്ട്. കുഞ്ഞാകെ ക്ഷീണിച്ചു പോയല്ലോ. കുഞ്ഞുവാ, അമ്മ ഫുഡ് എടുത്ത് വെക്കാം. ഇവിടെ മൊത്തം ആൾക്കാരുണ്ടോ? ഇനി ഓരോ ഫോട്ടോ എടുക്ക ചോദിച്ചോണ്ട് വരും. ബാ കുഞ്ഞു, അമ്മ ഫുഡ് തരാം. ബാ.